ദൈവത്തിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പുതിയ പ്രഭാതത്തിലും ദൈവശബ്ദം കേൾക്കുവാൻ ഇടയാക്കിയ ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഇന്നത്തെ വായന ഭാഗം 1 രാജാക്കന്മാർ 20 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി 1 ശമൂവേൽ 2-ാം അധ്യായം 11-ാം വാക്യം. ബാലൻ പുരോഹിതനായ ഏലിയുടെ മുമ്പിൽ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. പുരോഹിത ശുശ്രൂഷയ്ക്കായി യഹോവയുടെ കൽപ്പന പ്രകാരം വേർതിരിച്ച അഹരോനും അവൻ്റെ പുത്രന്മാർക്കും ശേഷം പുരോഹിത ശുശ്രൂഷ നിറവേറ്റിയ പുരോഹിതനായിരുന്നു ഏലി. ദൈവം ഉന്നതൻ എന്നതാണ് ഏലി എന്ന പേരിൻ്റെ അർത്ഥം. ഏലി പുരോഹിതൻ്റെ വംശാവലി വേദപുസ്തകത്തിൽ പറയപ്പെടുന്നില്ലെങ്കിലും 1 രാജാക്കന്മാർ 2-ാം അധ്യായം 7-ാം വാക്യത്തിലും 1 ദിനവൃത്താന്തം 24-ാം അധ്യായം 3-ാം വാക്യവും ഇവ താരതമ്യം ചെയ്യുമ്പോൾ ഏലി പുരോഹിതൻ ഈഥാമാറിൻ്റെ പിൻതലമുറക്കാരനാണെന്ന് കരുതപ്പെടുന്നു. ന്യായാധിപനും പുരോഹിതനുമായിരുന്ന ഏലി 40 വർഷം ഇസ്രായേലിന് ശുശ്രൂഷ ചെയ്തു. ഏലി പുരോഹിതൻ്റെ ശുശ്രൂഷയും ജീവിത രീതികളും നമുക്കിന്ന് ശ്രദ്ധിക്കാം. ഒന്നാമതായി, ശീലോവിൻ്റെ പുരോഹിതൻ ആയിരുന്നു ഏലി. എഫ്രയീം മലനാട്ടിലെ ഒരു പട്ടണമായിരുന്നു ശീലോവ്. രാജവാഴ്ചയ്ക്ക് മുമ്പ് ഇസ്രായേൽ ഗോത്രങ്ങളുടെ മുഖ്യ ആരാധനാ സ്ഥലവും തീർത്ഥാടന കേന്ദ്രവുമായിരുന്നു ശീലോവ്. യഹോവയുടെ സിംഹാസനമായി കരുതിയ ദൈവത്തിൻ്റെ പെട്ടകം ശീലോവിൽ ആയിരുന്നു സൂക്ഷിച്ചിരുന്നത്. മാത്രമല്ല, ഇസ്രായേലിലെ 12 ഗോത്രങ്ങളും ശീലോവിൽ ആരാധനയ്ക്കായി എത്തുകയും ചെയ്തിരുന്നു. ദൈവത്തിൻ്റെ പെട്ടകം ശീലോവിൽ സൂക്ഷിച്ചിരുന്നതിനാൽ അവിടെ ദൈവ സാന്നിധ്യം ഉണ്ടെന്നുള്ള ഉറപ്പും അവർക്കുണ്ടായിരുന്നു. ഏലി പുരോഹിതനും കുടുംബവുമായിരുന്നു ദൈവാലയത്തിൻ്റെയും മതകർമ്മങ്ങളുടെയും നടത്തിപ്പുകാർ ആയിരുന്നത്. ഏലി പുരോഹിതൻ ദൈവാലയത്തിൽ വരുന്നവരെ ശ്രദ്ധിക്കുകയും അവർക്ക് നല്ല ആലോചന നൽകുകയും ചെയ്തിരുന്നു. മാത്രമല്ല, പൗരോഹിത്യ ശുശ്രൂഷയും ന്യായപാലനവും ഒരാൾ തന്നെ നിർവഹിക്കുക എന്നതും പ്രയാസമേറിയതായിരുന്നെങ്കിലും ഏലി പുരോഹിതൻ അതും ഭംഗിയായി നിർവഹിക്കുന്നതായി കാണുന്നു. രണ്ടാമതായിട്ട്, ദൈവത്തേക്കാൾ മക്കൾക്ക് പ്രാധാന്യം നൽകിയ വ്യക്തിയായിരുന്നു ഏലി പുരോഹിതൻ. താൻ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്ത ദൈവത്തെ തൻ്റെ ഭവനത്തിൽ നൽകുവാൻ ഏലി പുരോഹിതന് കഴിയാതെ പോയി. എന്നാൽ ഏലി ദൈവിക സന്ദേശത്തിന് അർഹിക്കുന്ന ആദരവ് നൽകുകയുണ്ടായി. കാരണം ദൈവം ശമൂവേൽ ബാലനിലൂടെ തൻ്റെ വീഴ്ചയെക്കുറിച്ച് പ്രവചനം നൽകുമ്പോൾ അതിനു മുന്നിൽ സ്വയം താൻ താഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. ശമൂവേൽ ബാലന് ശിക്ഷണം നൽകി വളർത്തിയ പുരോഹിതൻ തൻ്റെ മക്കളെ ദൈവത്തെക്കാൾ ഏറെ ഭയപ്പെടുന്നതായിട്ട് കാണുന്നു. ആഴമായ ദൈവബോധവും വിശ്വാസവും ഉണ്ടായിരുന്ന ഏലി ദൈവത്തിൻ്റെ പെട്ടകം പിടിക്കപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ ഉണ്ടായ ഞെട്ടൽ താൻ വീണ് മരിക്കുവാൻ കാരണമായി തീരുന്നു. ഒരു പിതാവെന്ന നിലയിൽ പരാജയപ്പെട്ടു പോകുന്ന ഒരു പുരോഹിതനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവബോധത്തോടെ അവരെ വളർത്തുക. മാതാപിതാക്കളായ നാം മക്കൾക്ക് എല്ലാ രീതിയിലും മാതൃക ആയിരിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ പിതാവേ, ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കി മാതൃകയോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.